ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മളിന്നൊരു പുതിയ ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. ഇതൊരു ക്യൂട്ട് ലവ് സ്റ്റോറിയാണ് കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. എപ്പോഴും പറയാറുള്ളത് പോലെ ഡ്രാമയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ അവളുടെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അവളുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട്, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നിനക്ക് ഇൻ്റർവ്യൂവിന് പോകാനുള്ള ടൈം ആയില്ലേ? ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ്, ഒത്തിരി ലേറ്റ് ആയി പോയി, പെട്ടെന്ന് എണീക്കെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് എണീപ്പിക്കുന്നുണ്ടായിരുന്നു. അവളും എന്തോ ബോധം പോയ അവസ്ഥയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും എഴുന്നേറ്റ് പാടെ അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ കൂടെ നിന്ന് അവളെ റെഡിയാക്കിയിട്ട് ഇൻ്റർവ്യൂവിന് വിടുന്നുണ്ടായിരുന്നു. ഇത് വലിയൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. മാത്രമല്ല അവിടെ ജോലി കിട്ടുവാണെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് തന്നെ ഇവൾക്ക് സാലറി ആയിട്ട് കിട്ടുമായിരുന്നു. അത് കാരണമാണ് അവളുടെ ഫ്രണ്ടും അവളിങ്ങനെ നിർബന്ധിച്ചൊക്കെ ഇൻ്റർവ്യൂവിന് വിട്ടിരുന്നത്. മാത്രമല്ല അവൾക്കിതൊരു വലിയ സ്വപ്നമായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയതുകൊണ്ടായിരുന്നു ആളിത്ര ലേറ്റായി പോയത്. എന്തായാലും അവൾക്കൊരു പാട്ട സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കയറിയിട്ടായിരുന്നു നേരെ ഇൻ്റർവ്യൂവിന് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പോകുന്ന സമയത്ത് അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവൾ ഉറങ്ങിക്കിടന്ന സമയത്ത് അമ്മ ഒത്തിരി തവണ വിളിക്കുന്ന മിസ് കോൾ കണ്ടിട്ടായിരുന്നു തിരിച്ച് വിളിച്ചിരുന്നത്. എന്തായാലും വിളിക്കുന്ന സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ, നിന്നെ ഞാൻ എത്ര തവണയായി കിടന്ന് വിളിക്കുന്നത്, ഇതുവരെ എന്താ നീ ഫോൺ എടുക്കാതിരുന്നത്? ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ ഇപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അന്നേ ദിവസം നൈറ്റ് നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അവളുടെ അമ്മ ഒരു ചെക്കനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ മീറ്റ് ചെയ്യാനായിട്ട് പറയാനായിരുന്നു വിളിച്ചിരുന്നത്. ഇത് കേട്ടപാടെ അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന്. എനിക്കായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന് ഈ ആമ്പിള്ളേരെ ലൈൻ അടിക്കുക, കല്യാണം കഴിക്കുക അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് അവളുടെ കാര്യം നോക്കി ജീവിക്കാനായിരുന്നു ആഗ്രഹം. എന്തായാലും അവളുടെ അമ്മയായിട്ട് ഫോണിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഈ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ കാര്യത്തിൽ അവൾക്ക് ചെറിയൊരു അശ്രദ്ധയുണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്ത് അവിടെ റോഡിലാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതിലെങ്ങോട്ട് ടയർ കയറിയിട്ട് അവൾ നല്ല ഉഷാറായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരാളുടെ മേലേക്ക് പോയി വീഴുന്നുണ്ടായിരുന്നു. ആ വീണ അയാൾക്കാണെങ്കിൽ നല്ല ഇടിയും പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ, ആ കമ്പനിയുടെ സിഇഒയുടെ മേലേക്കായിരുന്നു അവൾ വീണിരുന്നത്. എന്തായാലും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ഒരു അങ്കിളും ഉണ്ടായിരുന്നു കേട്ടോ. ആ അങ്കിൾ ഈ പെൺകുട്ടിയെ എണീപ്പിച്ചിട്ട്, നീ എന്ത് ഈ പണിയെ കാണിച്ചത്, ഒന്ന് ശ്രദ്ധിച്ച് വരാൻ പാടില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ, ഓ സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് കാരണം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ടെൻഷനിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേ ദിവസത്തെ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയും ഹീറോയുടെ അസിസ്റ്റൻറ്റും തിരികെ പോകാനായിട്ട് ഇറങ്ങുന്നതായിരുന്നു. മാത്രമല്ല ഇറങ്ങുന്ന സമയത്ത് ആ അങ്കിൾ എന്ന് പറയുന്ന അയാളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ലേറ്റായിട്ട് വരുന്നവരാരെയും ഇൻ്റർവ്യൂവിന് എടുക്കണ്ട എന്നുള്ള കാര്യം. ഇതെല്ലാം കഴിഞ്ഞായിരുന്നു അവൻ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഹീറോയിൻ നേരെ അവൻ്റെ മേലേക്ക് ഇങ്ങനെ വീണിരുന്നത്. എന്തായാലും ഹീറോയിൻ പറഞ്ഞത് കേട്ടിട്ട് ആ അങ്കിളാണെങ്കിൽ, നല്ല കാര്യമായി, നീ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ആ കമ്പനിയുടെ സിഇഒ ആണ് ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിൻ്റെ ബോധം എല്ലാം പോയ അവസ്ഥയായിരുന്നു. എന്തായാലും ഹീറോയ്ക്ക് എന്തോ ദേഷ്യം വന്നിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും അവൻ കാറിലേക്ക് കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് ആ അങ്കിളാണെങ്കിൽ ഹീറോയിനോട്, എന്തായാലും നീ ചെയ്ത് തെറ്റ് തന്നെയല്ലേ, അത് കാരണം നീ ഒന്ന് സോറി പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും സോറി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഹീറോ അത് വലിയ മൈൻഡ് ആക്കുന്നില്ല. അവൻ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ മറിഞ്ഞ് അങ്ങോട്ടേക്ക് പോയ സമയത്തായിരുന്നു അവന് ഭയങ്കരമായിട്ട് മേലൊക്കെ വേദനിച്ചിട്ട് അവൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത് കാണുന്ന അസിസ്റ്റൻ്റ് ആണെങ്കിൽ, അയ്യോ സാറിന് ഒട്ടും വയ്യേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നൈറ്റത്തെ ആ മീറ്റിംഗ് നമുക്ക് മാറ്റി വെക്കാം. മീറ്റിംഗ് എന്ന് പറയുന്നത് അവൻ്റെ വീട്ടുകാരും അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതെന്തായാലും അന്നേ ദിവസം രാത്രിത്തേക്കായിരുന്നു വെച്ചിരുന്നത്. എന്തായാലും അസിസ്റ്റൻ്റ് പറയുന്നത് കേട്ടപ്പോൾ ഹീറോ ആണെങ്കിൽ അത് മാറ്റി വെക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അത് സാരമില്ല, നമുക്ക് എന്തായാലും പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. രാത്രി നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് നോക്കി വെച്ചിരുന്ന ചെക്കനുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു വലിയൊരു ഹോട്ടലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവള് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു ഹീറോ അവൻ്റെ ആ പെൺകുട്ടിയോട് സംസാരിക്കാനും വന്നിരുന്നത്. എന്തായാലും അവർ വേറെ വേറെ ടേബിളിൽ തന്നെയായിരുന്നു, പരസ്പരം കണ്ടിട്ടൊന്നുമില്ല. ഹീറോയിനാണെങ്കിൽ ആ പയ്യനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ, ഫോട്ടോയിൽ ഞാൻ ഫസ്റ്റ് നിന്നെ കണ്ട സമയത്ത് പെട്ടെന്ന് പേടിച്ചു പോയി, ഒരു ആൺകുട്ടിയെ പോലെ എനിക്ക് തോന്നിയത്, പക്ഷേ നേരിട്ട് കണ്ടപ്പോഴല്ലേ എത്ര സുന്ദരിയാണെന്ന് മനസ്സിലായെന്ന് പറയുന്നുണ്ടായിരുന്നു.
ഹീറോയിൻ ആണെങ്കിൽ ഓ അതോ അതിപ്പോൾ ഇപ്പോഴായിട്ടല്ലേ സർജറി ഒക്കെ കഴിഞ്ഞത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോ ആണെങ്കിൽ ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു കേട്ടോ. അവന് ഒരുമാതിരിയായിരുന്നു അവിടെ ഇരുന്നിട്ട്. അത് കാരണം ഞാനത് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി നിന്നിട്ട് നേരെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് നീ എന്നെ ഒന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിച്ചിട്ട് പോകുമോ, എന്തെങ്കിലും ഒരു കാരണമോ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വേറൊരു പണി ആ ചകറിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സർജറികൾ ആരും പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ സർജറിയോ എന്ത് സർജറി, ഓ അതിനെ പറ്റിയിട്ട് ഇതുവരെ ആരും പറഞ്ഞില്ല അല്ലേ, അത് എല്ലാ അർത്ഥത്തിലും പെൺകുട്ടിയാവാനുള്ള സർജറി ഈ ഇടയായിട്ടാണ് കഴിഞ്ഞത്. ഓരോ സർജറി കഴിയുന്തോറും ഞാൻ മെല്ലെ മെല്ലെ പെൺകുട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു 2-3 സർജറി കൂടെയുണ്ട്, അതുകൂടെ ആകുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടൊരു പെൺകുട്ടിയാവും. അതുവരെ മാത്രം ഏട്ടനൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കേട്ടപ്പാട് അവനാണെങ്കിൽ അയ്യോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയിനാകെ ചിരി വന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവനെ ഓട്ടിച്ചു വിട്ട സന്തോഷത്തിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു അവളുടെ അമ്മ ഇവളീ അകത്ത് എന്ത് ചെയ്യുക, അവനോട് സംസാരിക്കുന്നുണ്ടോ എന്താണെന്നറിയാനായിട്ട് ഈ ഹോട്ടലിനകത്തേക്ക് കയറി വന്നിരുന്നത്. ഇത് കണ്ടപാടെ ഹീറോയിൻ അമ്മയുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് ഓടി ഒളിക്കുന്നത് നേരെ പോകുന്നത് വാഷ്റൂമിലേക്കായിരുന്നു. അവിടെ നമ്മുടെ ഹീറോയിൻ ഇപ്പുണ്ടായിരുന്നല്ലോ. ഇവള് നേരെ പോയിട്ട് അവിടുത്തെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഞാനാ ഇവിടെ ആദ്യം വന്നത്, നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തള്ളി വിടുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ നീ ഒന്ന് ഇറങ്ങിപ്പോയി കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവനെയും തള്ളുന്നുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും കൂടെ അതിനകത്ത് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയ്ക്ക് വേണ്ടി നോക്കി വെച്ചിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, അപ്പോൾ നീ ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ വാഷ്റൂമിലേക്ക് വന്നത്, ഈ പെൺകുട്ടി ആരാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ കിട്ടിയ അവസരം പാഴാക്കാതെ എന്തായാലും ഇവളെ എങ്ങനെയെങ്കിലും ഓട്ടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഇടുപ്പിലേക്ക് കൈവച്ചിട്ട് ഇതെൻ്റെ ഗേൾഫ്രണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ പോയ അതേ ഗ്യാപ്പിൽ നേരെ കയറി വരുന്ന നമ്മുടെ ഹീറോയിൻ്റെ അമ്മയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് ഇതാരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്തായിരുന്നു വേറൊരു ട്രിക്ക് ഇട്ടത്. വേറൊന്നുമല്ല, ഇത്രയും സമയം ഹീറോ അവളെ യൂസ് ചെയ്തില്ലേ, അത് കാരണം തന്നെ ഈ ഒരു അവസരം പാഴാക്കാതെ അമ്മേ ഇതാ ഞാൻ സ്നേഹിക്കുന്ന പയ്യനെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഹഗ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാട് അവളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്, നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞ പോരായിരുന്നു, ഞാൻ ഇതിനൊക്കെ എതിര് നിൽക്കൂ, എൻ്റെ ഭംഗി എൻ്റെ മരുമോനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ അമ്മ എന്തായാലും നീ ഇത് ഇപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞ് നന്നായി, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, എന്തായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുക ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി അവരവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപാടെ ഹീറോയുടെ കിളി പോയ അവസ്ഥയായിരുന്നു. ഈ ഉള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇനി ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ പ്രാന്തളകി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ കാർഡ് അവൾക്ക് കൊടുത്തിട്ട് എന്തായാലും നീ എൻ്റെ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, നീ എല്ലാവരുടെയും കൂടെ ഇനി ഇൻ്റർവ്യൂവിന് വരണ്ട, നീ തനിച്ച് ഇൻ്റർവ്യൂവിന് വാ, ഞാൻ അന്നേരം നിന്നെ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അന്ന് ആ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. പക്ഷേ അതിങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും പിറ്റേ ദിവസം അവൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷിച്ചിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന് അവൾ പോയിരുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോയുടെ അടുത്തിപ്പോൾ വേറൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു വലിയൊരു റിച്ച് മാൻ്റെ മകളെങ്ങാണ്ടോ ആണ്. എന്തായാലും നമ്മുടെ ഹീറോയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഹീറോയ്ക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷേ ഹീറോയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിനോടൊക്കെ എല്ലാവർക്കും താല്പര്യം തന്നെയാണ്. പക്ഷേ ഇവൻ എന്തോ പിടികൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ആ പെൺകുച്ചി നമ്മുടെ ഹീറോയെ കണ്ടിട്ട് നീ ഇനിയെങ്കിലും എന്നോട് സത്യം പറയണം, നിനക്ക് വേറെ ഇതിൽ റിലേഷൻ ഉണ്ടോ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ റിജക്ട് ചെയ്യുന്നത്, ഇനി എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റത്തില്ല, അത് കാരണം നമുക്ക് ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് തൽക്കാലത്തേക്ക് നടത്തി വെക്കാം, നീ എന്താ അതിന് വേണ്ടിയിട്ട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ നീ ഒന്ന് നിർത്തുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള മൂഡിലോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യത്തിലോ അല്ല ഞാനിപ്പോൾ ഉള്ളത്, അത് കാരണം ദേവി ഇതെന്ന് ഇവിടെ ഒന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ കുറേ നാൾ കൊണ്ട് ഹീറോയുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനത്തിനൊക്കെ തറയിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പിന്നെയും നീ കറക്റ്റായിട്ടുള്ളൊരു ജെന്യൂൻ റീസൺ പറയും എന്നോട്, അല്ലാതെ നീ ഇങ്ങനെ എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവനും എനിക്കിപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജോലി തിരക്കുകളും കാര്യങ്ങളും, എനിക്ക് എൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ റൂം ഇങ്ങനെ തേടി പിടിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ്റെ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ 2 സ്റ്റാഫ് ഈ റൂമിനുള്ളിൽ എന്താ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെവി കോർത്ത് വെച്ച് നിൽക്കുന്നത് കാണുന്നത്. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഇവരെന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടികൾ 2 പേരും നീ നോക്കിയേ, അകത്ത് നിൽക്കുന്ന സാധനം പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ പെൺകുച്ചി വന്നത്, ഇയാൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കുശിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇത് തന്നെയല്ലേ സിയുടെ റൂമെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ
പെട്ടെന്ന് രണ്ടുപേരും കൂടെ വന്നിട്ട് ഇല്ല ഞങ്ങൾ വെറുതെ വാട്ടർ മെലൺ കഴിക്കുമായിരുന്നു, ഇത് നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചതിൻ്റെ ബാക്കി വാട്ടർ മെലൺ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ എന്തായാലും ഇതൊന്നും മൈൻഡ് ആക്കാതെ നേരെ ഹീറോയുടെ റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെയായിരുന്നു അവിടെ ഈ പെങ്കൊച്ചും ഹീറോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവളിങ്ങനെ പെർമിഷൻ ഒന്നും ചോദിക്കാതെ അകത്തേക്ക് കയറി വന്നത് കൊണ്ട് തന്നെ ആ പെങ്കൊച്ചിന് എന്തോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് കയറി വന്ന പാടെ ഹീറോയോട് ഇതാരാ ഈ പെങ്കൊച്ച് ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ ഇത് തന്നെയാണ് സന്ദർഭം എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ തോളിലേക്ക് ഇങ്ങനെ കൈവെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഹീറോയിൻ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിലേക്ക് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. അത് കാരണം അത് നമ്മൾ മനസ്സിലാക്കി അവന് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോ പെട്ടെന്ന് നീ ഇവൾ കുറച്ച് നേരത്തെ ചോദിച്ചിരുന്നില്ലേ നിന്നെ ഞാൻ സ്നേഹിക്കാത്തതിൻ്റെ ജെന്യൂൻ റീസൺ പറയാനായിട്ട്, ഇതാണ് എൻ്റെ ജെന്യൂൻ റീസൺ, എൻ്റെ ലവറാണ് ഇവളെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ അവളാണെങ്കിൽ ഞാനിതൊട്ടും വിശ്വസിക്കില്ല, ഇത്രയും നാളില്ലാത്ത പെങ്കൊച്ച് ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് ഈ പൊട്ടി മുളച്ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഈ കഥകളൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഉടനെ നടന്നു വന്നിട്ട് നീ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്, ഇത്രയും നാളും ഞങ്ങളിത് ആരോടും പറയാതെ രഹസ്യമായിട്ട് വെച്ചതായിരുന്നു, പക്ഷേ ഇനിയെങ്കിലും നിന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, സ്നേഹമെന്ന് പറയുന്നത് ഒരാൾക്ക് തനിയെ അവളുടെ മനസ്സിൽ തോന്നേണ്ടതാണ്, അല്ലാതെ നീ ഇങ്ങനെ പറയും പോലെ ഒരാളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് തോന്നാണ്ട് ഒന്നല്ല സ്നേഹം എന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ദേഷ്യം വന്നിട്ട് നിന്റെ ഈ പുരാണം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടിത്തുള്ളി ദേഷ്യം വന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ ഇവൾ പറഞ്ഞ ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് അവൻ അവളെ അവളുടെ PA ആയിട്ട് ജോലി കൊടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും അവൻ്റെ ലൈഫിൽ വന്ന അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ലവറായിട്ട് നീ അഭിനയിക്കണമെന്നും കൂടെ അവളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൾ ആ ഓഫറൊക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നും മാത്രമല്ല മറ്റൊരാളുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്കൊരു താല്പര്യമില്ല. സാർ ദേവി ഇതെന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ജോലി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവനിങ്ങനെ കുറേ കാശ് ഓഫർ ചെയ്തിരുന്നത്. ആദ്യം 1 ലക്ഷം പറഞ്ഞു, അവൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ 2 ലക്ഷം പറഞ്ഞു, അതിനും അവൾ എന്നെ കൊണ്ട് പറ്റത്തില്ല സാർ വേറെ ആൾ നോക്കുന്ന പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവൻ വേറൊരു ഓഫർ വെച്ചിരുന്നത്. പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിന് ഞാൻ 5 ലക്ഷം രൂപ തരാം, മാത്രമല്ല 1 ലക്ഷം രൂപ നിനക്ക് ഞാൻ ഇപ്പം കൈയോടെ തരാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള സമയമല്ലേ, അത് കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മുടെ ഹീറോ അവൻ്റെ കൂടെ തന്നെ ഹീറോയിനെ നിർത്തുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് വേറൊരു ചെക്കനെയാണ്. ഇവനെന്ന് പറയുന്നത് ഹീറോയിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പയ്യനായിരുന്നു. അവൻ പണ്ട് സ്കൂൾ ലൈഫിൽ വെച്ച് നമ്മുടെ ഹീറോയിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഹീറോയിൻ്റെ പടമൊക്കെ അവൻ സൂപ്പറായിട്ട് വരച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടില്ലേ ഒരു പെങ്കൊച്ച് അവളിത് കാണുന്നത്. എന്തായാലും ഇവരെല്ലാവരും ഒരുമിച്ച് ഇപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളവരാന്ന് തോന്നുന്നു. എന്തായാലും അവൾ വന്ന് കണ്ടിട്ട് കൊള്ളാലോ നീ എന്തിനാ ഇവളുടെ പടം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവന് അവളോടുള്ള ഇഷ്ടം ചെറിയ രീതിയിൽ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവളോട് അവളിപ്പോൾ എവിടെയുണ്ട്, ഇപ്പോൾ ക്ലാസ്സിലൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവൾക്കൊരു ജോലി കിട്ടി. അങ്ങനെ അവളിപ്പോൾ ജോലിക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ചെക്കൻ ജോലിയോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിന് അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിലും അവൾ എന്തുകൊണ്ടോ ഈ ചെക്കനോട് അത് പറയാതെ അയ്യോ അതെനിക്കറിയില്ല, നീ എന്തായാലും അതൊന്ന് അന്വേഷിച്ചിട്ട് എന്നോട് പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. ആ സമയത്തായിരുന്നു ഈ ചെക്കന് എപ്പോൾ തൊട്ടാണ് നമ്മുടെ ഹീറോയിനോട് ഇഷ്ടം തോന്നുന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഈ പയ്യൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇവന് പ്രിൻസിപ്പലിൻ്റെ റൂമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവനെ കുറേ പിള്ളേരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുപാട് കളിയാക്കിയൊക്കെ വിടുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോയിനും ഇവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ റൂമൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഹീറോയിനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇതല്ലാതെ വേറെ കഥകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പോകെ അറിയാം കേട്ടോ. അങ്ങനെ എന്തായാലും ആ സീൻ കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒട്ടും കംഫർട്ടല്ലാത്ത ഒരു ഡ്രസ്സായിരുന്നു ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അവൾ അത് വിട്ടിട്ട് എങ്ങനെയൊക്കെയോ വന്ന് ഹീറോയുടെ മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവളെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവൾ എനിക്ക് ഒട്ടും ചേരാത്തൊരു ഡ്രസ്സും തന്നിട്ട് നിങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ, എനിക്കെന്തോ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം, നീ എന്നോടൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അത് കാരണം നീ ഈ പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ട് നേരെ കോൺഫറൻസ് ഹാളിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ പേപ്പറൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോൺഫറൻസ് ഹാളിലേക്ക് പോയിട്ട് അവിടുത്തെ മെയിൻ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഈ ഉറക്കത്തിനിടയ്ക്കും ഒരു കഥ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ
പഠിക്കേണ്ട സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തതും മാത്രമല്ല ഒരു ആൺകുട്ടിയെ പോലെയൊക്കെ ആകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് ചെറിയ കാലത്തിൽ അവളുടെ അമ്മയോട് അവൾ ചോദിച്ചിരുന്നു, അമ്മ നമ്മുടെ അച്ഛൻ എവിടെ പോയെന്ന് അമ്മ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, മോളെ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോയതാണെന്നും ഇനി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല, അത് കാരണം നീ നല്ലൊരു കുട്ടിയായിട്ട് വളർന്ന് വലുതായി അമ്മയെ നല്ലപോലെ നോക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ അമ്മയോടൊരു കാര്യം പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് ആവശ്യം ഒരു പെൺകുട്ടിയല്ല ഒരു ആൺകുട്ടിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ അന്ന് മുതൽ ഇതുവരെയും അവളൊരു ആൺകുട്ടിയുടെ രീതിയിലായിരുന്നു വളർന്നു വന്നിരുന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കൊക്കെ ഇവൾ ഓർക്കുന്നുള്ളതാണോ എന്താണെന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് വെച്ചിട്ട് ഞെട്ടി ഉണർന്നിട്ട് അവൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവിടെ വേറൊരു സംഭവം നടന്നിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഉറങ്ങുന്നത് കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഒരു പെർഫ്യൂം കമ്പനിയായിരുന്നു ഇവരുടേത്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു പെർഫ്യൂം എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സ്മെല്ല് ആർക്കും തന്നെ അവിടെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് കാരണം ഇത് സെയിൽ ചെയ്യണോ അതോ ഇവിടെ വെച്ച് നിർത്തണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ അവർ സംസാരിച്ചിട്ടും ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന സമയത്ത് ഇവരെല്ലാവരും വിചാരിച്ചു എന്തെങ്കിലും അവൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അത് പറയാനായിട്ടായിരിക്കും എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയൂ എന്താ നിന്റെ ഐഡിയ പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഐഡിയയോ, അതെന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നിനെ കുറിച്ച് അറിയാതെ അവൾ ആകെ വായിൽ പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിനോട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവൾക്കാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകാത്ത കാരണം എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ഹീറോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് ആ പെർഫ്യൂം അവൾക്കെടുത്ത് സ്മെല്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവളിങ്ങനെ സ്മെല്ല് ചെയ്തതിന് ശേഷമായിരുന്നു അവനോട് ഒരു കാര്യം പറഞ്ഞിരുന്നത്. നല്ല സ്മെല്ലാണല്ലോ, ഈ സ്മെല്ലിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുകൊണ്ട് പോകുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ മിക്കവരും ഈ പെർഫ്യൂം അടിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ളവർക്കാർക്കും നമ്മുടെ ഹീറോയിൻ പറഞ്ഞ തീരുമാനത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതവർ സെയിൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു തീരുമാനവും പറയുന്നില്ല എന്നും അത് ബോസ് തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ മേലേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്കെന്തോ ഹീറോയിൻ പറഞ്ഞ ആ തീരുമാനത്തോട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് നമ്മൾ എന്തായാലും ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയില്ലേ, അവളും ഹീറോയിൻ്റെ അമ്മയും കൂടെ ഇരുന്നിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിരിപ്പുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ നിന്നെപ്പോലൊരു മകളെയായിരുന്നു എനിക്ക് ആവശ്യം, ഞാനും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്, ഒരു എരുമ മാട്, എന്നെ ഇതുവരെ ഒന്നും ഒരു ബ്യൂട്ടി പാർലറിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് കുറ്റം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു വീടിൻ്റെ പുറത്തൊരു കാറ് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഈ ഹീറോയിൻ്റെ ഫ്രണ്ടും ഹീറോയിൻ്റെ അമ്മയും കൂടെ ജനൽ വഴി നോക്കുന്ന സമയം ഹീറോയിൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതായിരുന്നു കാണുന്നത്. ഹീറോയിനെ കൊണ്ടുവിടാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഹീറോയിനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനിന്ന് പറഞ്ഞ തീരുമാനം എന്തോ ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് അവനാണെങ്കിൽ നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതുവരെയും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, മാത്രമല്ല ഇന്ന് നിൻ്റെ തീരുമാനത്തോട് പൂർണ്ണമായിട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് ഞാൻ എസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നീ ആരുടെ കൂടെ കാറിൽ വന്നതും അത് ഈ സമയത്ത് ആരെങ്കിലും കണ്ട് എന്ത് വിചാരിക്കും, ആരുടെ കൂടെ പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയാൻ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും അമ്മ കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ലാസ്റ്റ് അവൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ അന്ന് കാണിച്ചിരുന്നില്ല, ഞാൻ സ്നേഹിച്ച പയ്യനാന്ന് പറഞ്ഞിട്ട്. ഉടനെ അമ്മ അടി നിർത്തിയിട്ട് എനിക്ക് തോന്നിയത് അവനായിരിക്കുമെന്ന്. പക്ഷേ അവനെന്തിനാ ഇങ്ങനെ കാറിലൊക്കെ വന്നത്, അവൻ കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് കാറൊന്നുമില്ല, അവൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രൈവറാണ്, അങ്ങനെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ഇത്രയും വലിയൊരു കമ്പനിയുടെ ബോസാണെന്നുള്ള കാര്യമൊന്നും അവളുടെ അമ്മയോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ആ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ്റെ തിരക്കിട്ട് എന്തോ ലാപ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഹീറോയിൻ ടേബിളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ അവൻ അവളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല. എന്തായാലും അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഹീറോയിൻ കണ്ണു തുറന്നിരുന്നത്. പെട്ടെന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നീ ഇന്ന് ടയേർഡാണോ, എന്താ നിനക്കൊരു ക്ഷീണം പോലെയും ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒന്നൊരു വയ്യായ്മ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ അത് മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ഇന്നേ ദിവസം റെസ്റ്റ് എടുത്തോ, വീട്ടിലേക്ക് പോയി നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേ ദിവസം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. നേരെ അവൾ അവിടേക്കായിരുന്നു പോയിരുന്നത് കേട്ടോ. അവിടെ പോയിരുന്ന് ഭയങ്കരമായിട്ട് അവൾ മദ്യപിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട്
കൂടെ നമ്മുടെ ഹീറോയിനോട് ഒരു ഇഷ്ടമുള്ളൊരു പയ്യനില്ലേ, അവനും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ വരച്ചിരുന്ന ഒരു പടം ഉണ്ടായിരുന്നില്ലേ, അതവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾ അതെങ്ങനെയെങ്കിലും തുറന്ന് നോക്കണമെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്തുകൊണ്ടോ അത് നോക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും എന്തൊക്കെയോ പറഞ്ഞ് അവനെ പിടിച്ചു മേടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൻ അവളോടൊരു കാര്യം ചോദിച്ചിരുന്നത്. നിനക്കൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഏത് കമ്പനിയാണെന്ന് ചോദിക്കുന്ന സമയത്തായിരുന്നു, ഓ അത് നിങ്ങളോട് ഇതുവരെ ഞാൻ പറഞ്ഞില്ല അല്ലേ, അതൊരു സെക്രട്ടറി പോസ്റ്റാ, മാത്രമല്ല അതിലെനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞതോടുകൂടെ അവിടെ ഇരുന്നവരുടെ എല്ലാവരും കിളി പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയില്ലേ, അവളാണെങ്കിൽ എന്തുകൊണ്ടോ ഇവൾ ഈ മദ്യപിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് വെറുതെ തള്ളുന്നതാ, ഞാൻ ഇവളെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ, ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ക്രഷുള്ള പയ്യനില്ലേ, അവൻ നേരെ വന്നിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് നീ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട, ഞാൻ ഇവളെ വീട്ടിലേക്ക് ആക്കാം, നമുക്ക് പിന്നെയും പാർട്ടിയിലിരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവൾ സമ്മതിച്ചിരുന്നില്ല. സാരമില്ല, ഞാൻ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഹീറോയിനും കൂട്ടി അവൾ പിന്നെയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോ വന്നിട്ട് ഇവളെന്തിനാ ഇവിടെ ഇത്ര മദ്യപിച്ചിട്ട് എന്താ ഇവിടെ പാർട്ടി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ്റെ ഫ്രണ്ട്, നിങ്ങൾ ഇന്നലെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ആ ഡ്രൈവർ പയ്യനല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യം, ഇവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ ലേശം മദ്യപിച്ചത് കൂടി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹീറോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെയും ഹീറോയുടെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ. രാവിലെ നമ്മുടെ ഹീറോയിനിങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ അമ്മ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നാളെ വിളി നിനക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ കൂടെ ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതൊക്കെ നടക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോ, നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് പറയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്ന കാര്യം നിനക്ക് ഓർമ്മയില്ലേ, മൂക്ക് മുട്ട കുടിച്ച് അവൻ്റെ കൂടെ നീ വന്ന് കയറിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ സത്യം ഇട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ ദിവസം അവനെ കണ്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ അവൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവനോട് തന്നെ വിളിച്ച് ചോദിക്കുക, അവൻ തന്നെ നിന്നെ രാത്രി ഇവിടെ കൊണ്ടാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അപ്പോൾ ഇതിനിടയിൽ എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ശേഷം അവളുടെ അമ്മയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാൻ നീ കേൾക്കോ, എൻ്റെ മരുമോനെ കാണാൻ കൊതിയായിട്ട് വയ്യ, നാളത്തെ ദിവസം നീ അവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, നാളെ അവന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ വേണ്ട, നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആവാമല്ലോ, അന്ന് നീ അവനെയും കൂട്ടി വരാനായിട്ട് പറയുമ്പോൾ അന്നായിരുന്നാലും എന്നായിരുന്നാലും അവന് ഭയങ്കര തിരക്കാണ്, അവന് നിന്ന് തിരികെ സമയമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവളുടെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി എഴുന്നേൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് അവർക്ക് അവരുടെ ഇടുപ്പിൽ ഒരു കൊളുത്ത് വീഴുന്നത്. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫിയാൻസി പെൺകുട്ടിയില്ലേ, അവളുടെ അച്ഛൻ്റെ ഓഫീസാണ് കേട്ടോ. അവളുടെ അച്ഛനാണെങ്കിൽ അവൾക്കൊരു ചെക്കനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവൻ ആ ഓഫീസിലെങ്ങോട്ട് പുതിയ പാർട്ട്ണർഷിപ്പിൽ എന്താ വരുന്ന ഒരാളാണ്. എന്തായാലും ആ പെൺകൊച്ചിന് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ തിരിയുന്ന സമയത്തായിരുന്നു അവനെ നമ്മൾക്ക് മനസ്സിലാവുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനൊരു ക്രഷുള്ള ഒരു പയ്യനില്ലേ, ആ പയ്യനായിരുന്നു കേട്ടോ അത്. അവനൊരു വലിയ കമ്പനിയുടെ CEO ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ മറച്ചു വെച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യം എന്തായാലും പറഞ്ഞിട്ടില്ല. എന്തായാലും അത് നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കും നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയല്ലേ, അവരാണെങ്കിൽ ഹീറോയിനോട് പിണങ്ങിയിരിക്കുകയാണ്, വേറൊന്നുമല്ല. എന്നാലും ഞാൻ ഇത്രയും വേദനിച്ച് ഹോസ്പിറ്റലിലായിട്ടും നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ, അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ, എന്നോട് ഒരു സ്നേഹവും ഇല്ല, എനിക്ക് അവന് എന്ത് ഇഷ്ടമാണെന്നറിയോ, എന്നിട്ടൊന്ന് വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫുഡും കഴിക്കാൻ കൂട്ടാക്കാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ എന്തായാലും ഹീറോയെ കൊണ്ടുവരാതെ ഇനി ഒരു വഴിയില്ലാന്ന് മനസ്സിലായിട്ട് ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത്, അവൻ ഇവിടെ വരണം, അത്രയല്ലേ ഉള്ളൂ, അത്രയും മതിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയുടെ ഓഫീസിലേക്ക് ഈ ഫിയാൻസി പെങ്കൊച്ചും അവളുടെ അമ്മയും വരുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മയാണെങ്കിൽ ഹീറോയോട് സംസാരിക്കുന്നുണ്ട്, മോനെ നിൻ്റെ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവൾക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടീവായിട്ട് ഇവൾ എന്ന് നിൻ്റെ കൂടെ കാണും, അത് കാരണം പെട്ടെന്ന് വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തുന്നതല്ലേ നല്ലത്, നിനക്കും അതൊരു ആശ്വാസവും. പുറത്തുനിന്നുള്ളൊരു പെങ്കൊച്ചാകുമ്പോഴത്തേക്കും അവൾക്ക് ഇവിടുത്തെ കാര്യം എന്തറിയാമെന്ന് വെച്ചിട്ടാ, പക്ഷേ ഇവൾക്കാവുമ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം, അത് കാരണം ഒരു കല്യാണം നമുക്ക് ഇനിയെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചോടുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചാണെങ്കിൽ ഉടനെ അമ്മേ ഇപ്പം കല്യാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം, എന്നിട്ട് അവന് തോന്നുന്ന സമയത്ത് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ ഒന്നിനും മറുപടി തരാതെ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു നടന്നാൽ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു രീതിക്കുള്ള ഇഷ്ടം എനിക്ക് നിന്നോട് ഇതുവരെ തോന്നിയിട്ടില്ല, മാത്രമല്ല ഇപ്പോൾ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യാൻ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ, അത് കാരണം ദയവേത് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹീറോയിൻ കയറി വന്നിരുന്നത് കേട്ടോ. പെട്ടെന്ന് വെച്ച് അവൾ ഡോറ് തുറന്ന് വന്നത് കാണുമ്പോൾ ഹീറോ ആണെങ്കിൽ ഒന്നും പറയാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് ആ ഫിയാൻസി പെങ്കൊച്ചും അവളുടെ അമ്മയും ആകെ കിളി പറയുന്ന അവസ്ഥയിലിരിക്കുന്നുണ്ട്. ഇതിലേറെ കിളി പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ ഹീറോയിനും കേട്ടോ. അവൾക്കൊന്നും മനസ്സിലാവാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട പാടെ തന്നെ ആ ഫിയാൻസി പെങ്കൊച്ചിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നടന്നു പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിനെ ഇത്രയും വേദനിപ്പിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങൾക്കുള്ള പണി ഞാൻ ഉടനെ തരുമെന്ന് പറഞ്ഞിട്ട് അവരോട് അത്രയും വൈരാഗ്യം വെച്ചോണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഫിയാൻസി പെങ്കൊച്ചിൻ്റെ അമ്മയാണെങ്കിൽ മോനെ ഇപ്പം നീ കാണിച്ചത് ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അത് കാരണം ഇതിൻ്റെ ഫലം നീ ഇപ്പോഴല്ല പിന്നെ ഒരിക്കൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് ചെറുതായിട്ടല്ല ഒന്ന് വലുതായിട്ടൊക്കെ എന്താ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. പക്ഷേ ഹീറോ അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ ഹീറോയിനോട് ഞാൻ ഈ ചെയ്ത് തെറ്റാണെന്നറിയാം, എൻ്റെ ഈ പേഴ്സണൽ ഇഷ്യൂസിൽ നിന്നെ വലിച്ചഴിക്കുന്നത് വലിയൊരു തെറ്റാണ്, പക്ഷേ എനിക്കത് പറ്റിപ്പോയി, അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുപോയി എൻ്റെ ലൈഫിൽ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ എന്തോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും അവനൊരു അടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവൾ അവനെ പിടിച്ച് പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലാതെ ഇവളെന്തിനെ ഇങ്ങനെ കിസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് അവനൊന്നും കിട്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൻ ഒരു ആൺകുട്ടിയുടെ തൻ്റെ ഇടക്കുള്ളൊരു പെൺകുട്ടിയല്ലേ, അത് കാരണം ഇവൾക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്താൽ അതോടുകൂടെ എല്ലാം തീരുമല്ലോ, അത് കാരണമായിരുന്നു അവൾ പിന്നെയും തിരിച്ച് കിസ് ചെയ്തിരുന്നത്. കിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവനോട് ഈ കാര്യം പറഞ്ഞിരുന്നത്, എന്തായാലും നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ട്, അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, നീ അവരൊന്ന് ജസ്റ്റ് കാണാനായിട്ട് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും അതിന് ഓക്കെ പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പെങ്കൊച്ചില്ലേ, അവളെ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് ഹീറോയിൻ്റെ ക്രഷുള്ള ആ പയ്യനാണെങ്കിൽ ഹീറോയിനോട് നടക്കുന്ന ആ ചെക്കനാരാ അവളുടെ ലവറാണോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ അവളങ്ങനെ സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എപ്പോഴും ഒരു ബോസ് ഒരു ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പറയും അവളുടെ കൂടെ നടക്കുന്ന ആ ചെക്കൻ അത് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രൈവറാണെന്ന്, ചിലപ്പോൾ പറയും അവളുടെ ബോസ് ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരിക്കലും അവർ തമ്മിൽ പ്രണയിക്കാനുള്ളൊരു വഴിയൊന്നും ഉണ്ടാവത്തില്ല, അവളുടെ ക്യാരക്ടർ നിനക്ക് തന്നെ അറിയാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴായിരുന്നു അവനൊരു ചെറിയ ആശ്വാസം വന്നിരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പം നമ്മുടെ ഹീറോയിനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിനകത്തുള്ള ചെറിയ സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഒരു അസുഖവും ഇല്ലാതെ അവിടെ ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ബെഡിൽ കിടക്കുന്ന എല്ലാവരോടും കാര്യവും പറഞ്ഞ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരേതോ ടൂർ പോയതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഹീറോയിനോട് പുറത്തിങ്ങനെ വന്ന് ഇറങ്ങുന്നത് അവരുടെ കൂടെയുള്ളൊരു പേഷ്യൻ്റ് കണ്ടപാടെ തന്നെ ഇത് നിങ്ങളുടെ മകള് അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ അവർ അസുഖം നടിച്ച് ഇപ്പുറത്തെ ബെഡിൽ വന്നെല്ലാം സെറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിനും കൂടെ കയറി വന്നിരുന്നത് കേട്ടോ. വന്നപാടെ മോനെ നീ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ എന്നെ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് മോളെ അവന് നീ ആപ്പിൾ എടുത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ കിടക്കുന്ന ആ പേഷ്യൻസൊക്കെ എന്ത് ഭംഗിയാണ് നിൻ്റെ മരുമോനെ കാണാനായിട്ട്, നീ ഭാഗ്യം ചെയ്തവൾ തന്നെ, നിൻ്റെ മകൾക്ക് എന്തായാലും നല്ലൊരു പയ്യനെ തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തിരിച്ച് ഹീറോ ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെച്ചൊരു വലിയ ആപ്പിൾ എടുത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ വായിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയാണ് അവന് ആപ്പിൾ കൊടുക്കുന്നത്, അത് കട്ട് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അമ്മേ നമുക്ക് ഈ ആപ്പിളൊന്നും കഴിച്ചു നിൽക്കാനുള്ള സമയമില്ല, നമുക്ക് രണ്ടുപേർക്കും നല്ല ബിസിയാണ്, പുറത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയോ തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ ഹീറോയും പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് കൊണ്ടുവന്ന ഹീറോയിനോട് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായിട്ട് ആൻസർ തരണം, വേറൊന്നുമല്ല. അന്ന് ഞാൻ മദ്യപിച്ച ദിവസം നീ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയില്ലായിരുന്നോ, അന്ന് നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ അതാണോ, അമ്മ നിൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഹീറോയിൻ ചോദിക്കുന്ന സമയത്തായിരുന്നു നീ നല്ല പിടിവാശിയുള്ള പെങ്കൊച്ചാണെന്നും ആർക്കും ഒരു കാര്യം നീ വിട്ടുകൊടുക്കത്തില്ല, മാത്രമല്ല നീ ചെറുതിലെ എപ്പോഴും കിടന്നുമുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അമ്മേനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ആകെ ചമ്മി നാറിയ അവസ്ഥയായിരുന്നു കേട്ടോ. എന്നിട്ട് അവനോട് എന്തായാലും നമ്മളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, അത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചിരിക്കാനേ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ വെച്ചെല്ലാം മറന്നുകളെ, ഞാനും നിന്നെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോടെല്ലാം മറക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവനും ആ ശരി നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മറക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ക്രഷുള്ള പയ്യനെ കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത്. അവരെങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇവൻ വരച്ച ആ ഫോട്ടോസൊക്കെ ഇവൾക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അവളത് കണ്ടിട്ട് അവൻ പ്രതീക്ഷിച്ചത്ര എക്സ്പ്രഷനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും കൊള്ളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളെ വിളിച്ചു വരുത്തിന് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും ആ നമ്മുടെ ഹീറോയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നുള്ള കാര്യം ഇവൻ അറിയണമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയണം, നീയും നിൻ്റെ ബോസുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ, അതോ ഇനി എൻ്റെ അമ്മയും
എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടാണോ നീ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു ബന്ധവുമില്ല. എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും കല്യാണ കാര്യം പറഞ്ഞ് നടക്കുന്ന കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയൊരു നുണ എൻ്റെ ബോസിനെ വെച്ച് പറയേണ്ടി വന്നു. അയാൾക്കും അങ്ങനെ തന്നെയാണ്. അയാളുടെ പുറകെ ഒരു പെൺകുട്ടി എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നോട് ജസ്റ്റ് ഒന്ന് ഒരു ലവറായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒട്ടും യോജിച്ചു പോകാത്ത ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴായിരുന്നു അവനൊന്ന് ആശ്വാസമാകുന്നത് കേട്ടോ. അവനിങ്ങനെ ചിരിച്ച് സംസാരിച്ചിരുന്ന സമയത്തായിരുന്നു അവൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിരുന്നത്. ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് പിറ്റേ ദിവസം എന്തോ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ഒന്ന് തയ്യാറാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു മണ്ണും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇതിനെപ്പറ്റി വിശദമായിട്ട് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം അവൾ പോയി അവതരിപ്പിക്കുന്ന സമയത്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഹീറോയ്ക്ക് ആ സമയത്തായിരുന്നു ഒരു ഡൗട്ട്, ഇത്രയും വലിയ ബുദ്ധിയൊന്നും അവൾ തലയ്ക്കാകത്തില്ല. പിന്നെ ഇവൾ ഈ പെട്ടെന്നൊരു ദിവസം വന്ന് ഇതൊക്കെ എങ്ങനെയാണ് അത്ര ഭംഗിയായിട്ട് പറഞ്ഞതെന്ന് അവൾ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൾ, നിങ്ങൾക്കറിയാലോ എനിക്ക് ഇത്രയും വലിയ ബുദ്ധിയൊന്നുമില്ലാന്ന്, അത് കാരണം ഞാൻ ലൈറ്റായിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ അവൻ എനിക്ക് നല്ല രീതിയിൽ ഇത് പറഞ്ഞു തന്നു. അത് ഞാൻ അതുപോലെ വന്ന് വോമിറ്റ് ചെയ്താന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവനും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഹീറോയിന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറായിരുന്നു വിളിച്ചിരുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ വിളിച്ചിരുന്നത്. അവൾക്ക് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന ഹോസ്പിറ്റലിൽ ഡോക്ടർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പേടിച്ചിട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്തായിരുന്നു ഡോക്ടർ അവളോടൊരു കാര്യം പറഞ്ഞിരുന്നത്. അമ്മയ്ക്ക് പിന്നെയും നേരത്തെ അടിപറ്റിയ സ്ഥലത്ത് തന്നെ പിന്നെയും പറ്റിയിട്ടുണ്ടെന്നും നീ തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടക്കാനായിട്ട് പറയും. ഞങ്ങൾ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ ഇവിടെയുള്ള മറ്റ് പേഷ്യൻസുമായിട്ടൊക്കെ ഭയങ്കര ബഹളമാണെന്നും ഒരു സമയം പോലും ബെഡിൽ അടങ്ങി ഒതുങ്ങി കിടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. മാത്രമല്ല പോകുന്നതിന് മുന്നേ ഇനിയും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല എന്നും കൂടെ പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. ഹീറോയിൻ ആ സമയത്ത് അവളുടെ അമ്മയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എന്താ അമ്മയെ പറയുന്നത്? നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് കിടക്കാൻ പാടില്ല. ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവളുടെ അമ്മ അവളോട് ദേഷ്യപ്പെട്ടിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ, എൻ്റെ മാനസിക വിഷമം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പണ്ട് നിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ നിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നിട്ടിപ്പോൾ എനിക്കൊരു അസുഖം വന്ന് കിടപ്പിലായി. ഞാൻ ഈ ആരോഗ്യം വെച്ചിട്ട് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഒട്ടും പറയാൻ തന്നെ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കിടപ്പിൽ കടന്നപ്പോഴാണ് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത്. അത് കാരണം നിൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം. എനിക്ക് അത് കണ്ടൊന്ന് മരിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് ഈ ലോകത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനെ. എന്തായാലും അത് നമുക്ക് പിന്നെ സംസാരിക്കാമെന്നും ഞാൻ എന്തായാലും അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം നേരെ ഹീറോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും അല്ല ചോദിക്കുന്നത്, അമ്മ ഇങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും നിനക്ക് വിരോധവും ഇല്ലെങ്കിലും നമുക്ക് കോൺട്രാക്ട് മാരേജ് ചെയ്യാമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ആദ്യം നമ്മുടെ ഹീറോ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. കാരണം പെട്ടെന്ന് വെച്ച് അവളിങ്ങനെ ചോദിക്കുന്ന അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അവൻ അടുത്ത സെക്കൻഡ് തന്നെ അതിനെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ എന്ന നേരം നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ നിന്നെക്കാളും വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും ഇങ്ങനെ ഒരു വഴി തന്നെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിന്നോട് എങ്ങനെ പറയുമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്തായാലും അത് നീയായിട്ട് വന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാനതിന് നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം, എനിക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. അതിന് നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പുറത്തൊരൊറ്റ മനുഷ്യർക്ക് അറിയാൻ പാടില്ല. ഞാനും നീ മാത്രം അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയിൽ ആ കാര്യം രഹസ്യമായിരിക്കണം. 2, നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറെ വീടുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സംശയത്തിന് വകവരുത്തും. അത് കാരണം നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം. 3, സാധാരണ കോൺട്രാക്ട് മാരേജ് ചെയ്യുന്ന പോലെ ചുമ്മാ ചെന്നിട്ട് സൈൻ ചെയ്ത് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാ ആൾക്കാരും എങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത് അതുപോലെ അങ്ങ് കല്യാണം കഴിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിന് വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം ഇതിന് 3നും ഓക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഹീറോയുടെ വീടെല്ലാം അവൾ പോയി കണ്ടിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ മാരേജിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സ്പീഡപ്പായി ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തായാലും അവർ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കാഴ്ച കണ്ടിരുന്നത്. അവളെന്തായാലും ഇവർ രണ്ടുപേരുടെ ഫോട്ടോ എടുത്ത് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു ഹീറോയിന് പിന്നെയും ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നിരുന്നത്. നഴ്സായിരുന്നു വിളിച്ചിരുന്നത്. എന്തായാലും കേട്ടപാടെ നമ്മുടെ ഹീറോയും കൂടെ നേരെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തായിരുന്നു നേഴ്സ് വേറൊരു കാര്യം ഹീറോയിനോട് പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് വേറെ ഒരു അസുഖവും ഇല്ലായിരുന്നു കേട്ടോ. അത് അവർ അഭിനയിച്ചതായിരുന്നു. മാത്രമല്ല അവർക്ക് ആദ്യം ഉണ്ടായ അടിയും
വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ലായിരുന്നു. അതിനാണ് ഇവർ ഇത്രയും ഇവിടെ കിടന്ന് അഭിനയിച്ചത്. അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് ഒരുപാട് ദേഷ്യം വന്നിട്ട്, അപ്പോൾ അമ്മ ഇതെല്ലാം അഭിനയിച്ചതായിരുന്നല്ലേ, കൂടെ നീ ഇതിന് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ, ഞാൻ അങ്ങനെ അഭിനയിച്ചത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവനെ കല്യാണം കഴിച്ചത്, മോനെ ഇനി നിൻ്റെ കയ്യിലാണ് ഇവളെ നീ പൊന്നു പോലെ നോക്കണം, എനിക്ക് ഇത്രയും മതി, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സെൻറ്റി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ സീൻ കട്ട് ചെയ്തിട്ട് എന്തായാലും ഹീറോയിനെയും കൂട്ടിയിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് അവൾ എന്തായാലും റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ ബാഗിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് പോലത്തെ എന്തോ ഒരു സാധനം തറയെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ തറയെ വീണത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല, അവളങ്ങ് നടന്നു പോയിരുന്നു. ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ ഇതെന്ത് സാധനമാണെന്ന് പറഞ്ഞിട്ട് തുറന്നിട്ട് സ്പ്രേ പോലെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോഴായിരുന്നു അതൊരു പെപ്പർ സ്പ്രേ ആയിരുന്നു കേട്ടോ. അവൻ്റെ കണ്ണൊക്കെ നീറി ഞാൻ ബഹളം വെക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഓടി വന്ന്, നിന്നോട് ആരും ഇതൊക്കെ എടുക്കാൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല നീ ഇതൊക്കെ കൊണ്ടുവന്നെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ, ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ വേറെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചുറ്റിക സ്പാനർ അങ്ങനെ കുറേ സാധനങ്ങൾ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർത്തി വെക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, നിൻ്റെ അടുത്ത് ഇവിടെ ഒരു പെൺകുട്ടിയായി ഞാൻ വരുമ്പോൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കണമല്ലോ, അത് കാരണമാണ് എടുത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ, ആക്ച്വലി നീ ഇവിടെ എൻ്റെ ഒപ്പം താമസിക്കാൻ വന്നതാണോ അത് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോ, ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോകണമെന്നാണ് നീ പറയുന്നത്, എനിക്ക് എൻ്റെ ഓഫീസിലെ കാര്യം പോലും നോക്കാനുള്ള സമയമില്ല, പിന്നെയാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ സീൻ കട്ടാകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയോ നമ്മുടെ ഹീറോയിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്നും രാവിലെ എണീക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോയിനാണെങ്കിൽ പോത്തുപോലെ ഒരുപാട് സമയം കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷേ ഹീറോയിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് ഓഫീസിൽ പോകുന്ന സമയമായിരുന്നു പെട്ടെന്ന് എണീക്കാനും പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഉറക്കം ഒട്ടും വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അവളെ നേരെ ബാത്റൂമിലേക്ക് കയറ്റിയിട്ട് ബ്രഷൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തോ ഒരു സൗണ്ട് കിട്ടാൻ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറങ്ങി തൂങ്ങി തറയെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എന്തായാലും അവൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവൻ്റെ ഒപ്പം അവളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കാറിൽ കയറി നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ സൈക്കിളിൽ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നീ എന്നെ കഷ്ടപ്പെടുത്തിക്കോ, ഇതിനൊക്കെ ഞാൻ ഒരു ദിവസം പകരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം വൈകിട്ട് അവർ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ ഹീറോ ആണെങ്കിൽ ഭയങ്കര ഹെൽത്തി ഫുഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് ഈ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവമൊക്കെ. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുൾ ജങ്ക് ഫുഡ്സ് മാത്രമായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അവളങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ, നീ ഇങ്ങനെ ഹെൽത്തി ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ, അതിന് നീ ബാക്കി രുചിയോടുകൂടെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടോ, നീ കഴിക്കുന്ന ഈ ഫുഡിനെക്കാട്ടിലും ഈ ഞാൻ കഴിക്കുന്ന ഫുഡാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ, കൊള്ളാം, ഞാൻ കഴിക്കുന്ന ഫുഡ് പോലത്തെ ഹെൽത്തി ഫുഡ് വേറെ എവിടെ നിന്ന് കിട്ടാമെന്നൊക്കെ ചോദിച്ച് അവരോടൊരു ഫുഡിൻ്റെ കാര്യത്തിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ അവരോടൊരു കാര്യം പറഞ്ഞിരുന്നത്, വല്ലപ്പോഴുമൊക്കെ ഹെൽത്തി ഫുഡൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇന്നത്തെ ഒരു ദിവസം നിനക്ക് ഈ ഹെൽത്തി ഫുഡ് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓക്കെ വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാരും കൂടെ ചേർന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഇരുന്നും ഇവർ രണ്ടുപേരും കൂടെ വഴക്കിടുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഈ സ്പൈസി ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഓർഡർ ചെയ്ത സമയത്ത് അവനൊന്നും തന്നെ നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഓർഡർ ചെയ്തെല്ലാം സ്പൈസി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യൻ വന്നിരുന്നത്. അവൻ വരുന്ന സമയം ഹീറോയിനാണെങ്കിൽ, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇവന് വേറെ ഫുഡ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവൻ വന്നിരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയോട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ആ ചോദിക്കാൻ എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു നമ്മുടെ ഹീറോയുടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ കമ്പനിയുടെ CEO അല്ലേന്ന് ചോദിച്ചിരുന്നത്. പെട്ടെന്ന് വെച്ച് അവനത് ഷോക്കായിരുന്നു. കാരണം ഇക്കാര്യം ആർക്കും തന്നെ അറിയില്ലല്ലോ, മറ്റാർക്കും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇത് നിനക്കെങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ, ഇല്ല, ഞാനിങ്ങനെ ഗ്രാജുവേഷനൊക്കെ കഴിച്ച് നിൽക്കുന്ന സമയത്ത് നല്ല ടോപ്പ് കമ്പനീസ് ഏതൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവിടേക്ക് ജോലിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്വേഷിച്ച സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അതിൻ്റെ CEO നിങ്ങളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത്. അത് കാരണം ജസ്റ്റ് ചോദിച്ചു എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആ സമയത്ത്, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ഇവിടേക്ക് വന്നതും എന്നെ കണ്ട് സംസാരിക്കുന്നതും, മറ്റെന്തോ നിനക്ക് പറയാനായിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ മറ്റെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്, വേറെ ഒന്നുമല്ല, നിങ്ങൾ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന നടത്തിക്കൊള്ളണം, ഇതത് ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയെ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അവൾ എൻ്റെ ഓഫീസിലെ സെക്രട്ടറിയാണ്, അതും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവളാണ്, അത് കാരണം ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം അവളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും, അത് ചോദിക്കാൻ നിനക്ക് എന്താ അധികാരമുള്ളതെന്ന് ചോദിക്കുമ്പോൾ, സെക്രട്ടറിക്ക് ആരെങ്കിലും 5 ലക്ഷം രൂപയ്ക്ക് സാലറി കൊടുക്കും, അത് കാരണം നിങ്ങൾക്ക് അവൾ വെറും ഒരു സ്റ്റാഫൊന്നുമല്ല, മറ്റെന്തോ റിലേഷൻ നിങ്ങൾക്കിടയിലുണ്ട്, അത് കാരണമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇനി ഇങ്ങനെ അവളെ കൂടെ കൊണ്ട് നടക്കുന്നതും അവളുടെ കൂടെ ഇരിക്കുന്നതൊന്നും ശരിയാകത്തില്ല, അത് പെട്ടെന്ന് തന്നെ നിർത്തിക്കോ. അവൾക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല,
നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവൾ തുള്ളിക്കാനൊന്നും വിചാരിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഹീറോയോട് അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ പെട്ടെന്ന് വന്നിരുന്നത്. ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് വന്നു, എനിക്കിപ്പോൾ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും പിന്നെ അവിടെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. മറ്റവനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൾ നേരെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ നേരെ പോയിരുന്നത് വീട്ടിലേക്കായിരുന്നു കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ അല്ല നിനക്ക് എന്തോ ഓഫീസിൽ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്, പിന്നെ തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് വെച്ച് ക്യാൻസലായി, അത് കാരണം നേരെ വീട്ടിലേക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഈ വല്ലായ്മ പോലുള്ള സംസാരം കേൾക്കുമ്പോൾ ഹീറോയിന് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അതല്ല പ്രശ്നം, വേറെ എന്തോ ഉണ്ട്, നീ ശരിക്കും എന്നോട് സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ മൈൻഡ് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നവുമില്ല, നീ പോയി ചെന്ന് കിടക്കുന്ന പറഞ്ഞിട്ട് നീ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ അത് വല്ലാതെയായിരുന്നു. അവൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നും അവൻ്റെ മനസ്സിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ ഹീറോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നടന്നിരുന്നില്ലേ, അവളും അവളുടെ അമ്മയാണെങ്കിൽ ഇനി അവൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ അമ്മയെ കണ്ട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരും അവന് വേണ്ടിയിട്ട് കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോയുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും നേരെ വന്നിട്ട് ഹീറോയുടെ അമ്മയോട് ഈ കാര്യപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരും പെട്ടെന്ന് തന്നെ അവനൊരു കല്യാണം കഴിപ്പിക്കണമെന്നും അതിന് ഞാൻ നല്ലൊരു പെൺകുട്ടി നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ വിചാരം അത് ഇവള് തന്നെയാണെന്നുള്ളതായിരുന്നു. അങ്ങനെ എന്തായാലും ആ സീൻ കട്ട് ചെയ്തിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ചെറുതായിട്ട് ഹീറോയോട് ഒരു ഇഷ്ടം വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അവളുടെ മനസ്സിൽ എപ്പോഴും അവനെക്കുറിച്ചുള്ള ചിന്തകളും അങ്ങനെ എന്തൊക്കെയോ ഒരു വല്ലാത്ത ഫീലിങ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചോദിച്ചറിയാനായിട്ട് നേരെ അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ടോയ്ലറ്റ് കഴുകുന്നുണ്ടായിരുന്നു. അത് കാരണം ഇവളതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാതെ നീ ഒന്ന് വെച്ചിട്ട് പോയ ഈ ടോയ്ലറ്റ് ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരുക, ഞാൻ തന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഫീലിങ്സ് എന്നോട് വലുതായിട്ട് മനസ്സിലാക്കാതെ ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയെ കല്യാണം കഴിക്കുന്ന ദിവാസ്വപ്നമൊക്കെ കണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഹീറോയിനെ അവൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഓഫീസിൽ വെച്ചിട്ട്. അതിനുശേഷം ഹീറോയിൽ എന്തോ ഒരു ഡൗട്ട് അവൾക്കുണ്ടായിരുന്നു. അത് കാരണം അവനൊന്ന് വാച്ച് ചെയ്യാനായിട്ട് അവൾ പുറകെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരന്വേഷിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൂടെ കല്യാണ ഡ്രസ്സിലൊക്കെ നിന്ന ഫോട്ടോയിൽ അത് തേടി പിടിച്ച് കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കത് കാണുമ്പോൾ ഭയങ്കര ഷോക്കായിട്ട് അവൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ്, മാത്രമല്ല എന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ നുണ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെന്താ ഈ കാണുന്നത് പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവരൊന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ച് കലി തുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനിപ്പോൾ പിന്നെയും സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മീറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായിട്ടും അവളെ കാണാത്ത കാരണം ഹീറോ അവളെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ കോൾ എടുക്കുന്നൊക്കെ ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും അവളത് മൈൻഡേ ചെയ്യാതെ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോ എന്തായാലും ഇവൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ ഫ്രണ്ടില്ലേ അവൾ നേരെ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വരുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യൻ വന്നിട്ട് നീ എന്തായാലും ഇനി വീട്ടിലേക്ക് പോക്കോ, ഇത്രയും ലേറ്റ് ആയില്ലേ, ഞാൻ ഇവളെ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് അവളെ പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും അവൾ ഇവിടെ തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ എന്തായാലും നേരെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്നതോ ആ ചെക്കൻ നമ്മുടെ ഹീറോയിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അവന് ദേഷ്യം വന്നിട്ട് ഇവളൊന്ന് കാറിലേക്ക് ആക്കുന്ന ആ ഫ്രണ്ട് പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അവൾ അങ്ങോട്ട് കാറിലേക്ക്. ആ സമയത്ത് ഇവിടെ ഹീറോയും ഈ ചെക്കനും കൂടെ ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഇവളെക്കുറിച്ച് വിചാരിച്ചിരുന്നത്? ആൺകുട്ടിയായ നീ വലുതായിട്ടൊന്നും മദ്യപിക്കാതെ ഇവളിങ്ങനെ ഫുൾ മദ്യപിച്ചിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇതിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവന് ദേഷ്യം വന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മറ്റു പെൺകുട്ടികളെ പോലെയൊന്നുമല്ല അവൾ, എത്രയൊക്കെ മദ്യപിച്ചിരുന്നാലും അവൾക്ക് അവളുടെ സ്വബോധം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോ അതിൽ നിന്നൊന്നും പിടിച്ചു നിൽക്കാതെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നീ മറ്റു പെൺകുട്ടികളെ ആര് വേണമെങ്കിൽ നോക്കിയോ, പക്ഷെ നീ എൻ്റെ ഭാര്യയായിട്ട് ഇനി ഇങ്ങനെ കറങ്ങി നടക്കണം, നിർത്തിക്കോളാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനത് വലിയ ഷോക്കായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വൈഫോ നീ ഇതെന്തായി പറയുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നെ ഒരു മറുപടിയും പറയാതെ ഹീറോ എന്തായാലും ഹീറോയിനും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവനാണെങ്കിൽ ദേഷ്യം ഒട്ടും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിനാണെങ്കിൽ ഒരു സോഫയിലേക്ക് കൊണ്ട് എറിയുന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചെറിയൊരു ബോധം വന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് പാടെ നിൻ്റെ കോൾ ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഹീറോ ഒട്ടും തന്നെ അവളോട് മിണ്ടാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതെന്നോട് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയണമെന്നുള്ള ബോധം പോലും നിനക്കില്ലേ, നീ എന്താ ഇങ്ങനെയായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഇത്രയും രാത്രിയും കാണാതായപ്പോൾ നിന്നെ എന്തുമാത്രം ടെൻഷൻ അടിച്ചു നിനക്കറിയാവുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ മേടിച്ച് GPS ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നീ എവിടെ പോയാലും അത് എനിക്കറിയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിനെ തിരിച്ച് എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവനിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് മിണ്ടില്ലേ, പിണങ്ങിയോ
പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ കല്ലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ എപ്പോഴും ഒരു സമയത്ത് സ്നേഹത്തോടെ എന്തിനാ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നതോടുകൂടെ നമ്മുടെ ഹീറോ ഫ്ലാറ്റ് ആകുന്നുണ്ടായിരുന്നു. അവൻ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭർത്താവ് എന്നൊക്കെ വിളിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഹീറോയായിട്ട് ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഹീറോയ്ക്ക് ആ സിറ്റുവേഷൻ ഒന്ന് ഓർമ്മ വന്നത് കേട്ടോ. പെട്ടെന്ന് അതിന് മാറി എന്നിട്ട് പറ്റിപ്പോയതാണെന്നും സോറി ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ അതിനിപ്പോൾ എന്താ, നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയല്ലോ, എനിക്ക് അത്രയും മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്ക് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ കാണുന്ന ഒരു ബ്രേസ്ലെറ്റ് നേരെ ഹീറോയിന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുത്തിട്ട് എന്ത് വന്നാലും നീ ഇത് കയ്യിൽ നിന്ന് അഴിക്കരുത്, അങ്ങനെ അഴിക്കുവാണെങ്കിൽ ആ സമയത്ത് എനിക്ക് നിന്നോട്ടുള്ള ദേഷ്യം പിന്നെയും കൂടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനവൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ നമ്മുടെ ഹീറോയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും വരുന്ന സമയത്ത് ഹീറോയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അവരകത്തേക്ക് കയറി വന്നിട്ട് നീ എന്തിനാ ഇത്രയും വലിയ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒരു സെർവൻറ്റിനെ എങ്ങാനും വെച്ചിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവർ പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് ശ്രദ്ധിച്ചിരുന്നത്. ആ ബ്രേസ്ലെറ്റ് എവിടെ പോയി? അതൊന്നും അവൾ ഊരി കൊടുത്തല്ലേ? ആ ബ്രേസ്ലെറ്റിൻ്റെ വില എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ നീ അതിങ്ങനെ ഊരി കൊടുക്കാനായിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണെന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവർ അമ്മയാണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം എൻ്റെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഒരു മാസം കൂടെ കഴിഞ്ഞ് നമ്മുടെ കമ്പനി ജപ്തി ചെയ്യും. അതിന് നിനക്ക് മറികടക്കാനായിട്ട് എന്തേലും വഴി കണ്ടിട്ടുള്ളൂ? അതിനൊരു വഴിയില്ല. നീ അവളെ കല്യാണം കഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിച്ചാൽ അവളുടെ അച്ഛനും അവരുടെ ബാക്കി ഫാമിലിക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ കമ്പനിയെ നമുക്ക് തന്നെ തിരികെ തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ആ പെൺകുട്ടിയിലെ അവളെ കല്യാണം കഴിക്കാനായിട്ടായിരുന്നു ഇവർ വന്ന് ഈ പറഞ്ഞിരുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിയാൻസി പെങ്കൊച്ച് നമ്മുടെ ഹീറോയിൻ്റെ പുറകെ നടക്കുന്ന ക്രഷുള്ള പയ്യനില്ലേ അവനെ വിളിച്ച് വരുത്തിയിട്ട് നിനക്ക് ഈ കമ്പനിയുമായിട്ട് ജോലിക്ക് പോകണമെന്നോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവനാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്നും പക്ഷേ അവിടുത്തെ CEO ആളത്ര പാവമൊന്നുമല്ല, അത് കാരണമാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ അതൊന്നും നീ വലിയ കാര്യം വെക്കണ്ട, ആ ഹീറോ എനിക്ക് നന്നായിട്ടറിയാം, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആ കമ്പനിയുടെ CEOയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ. ഇത് ചോദിക്കുമ്പോഴത്തേക്കും അതെങ്ങനെ നിനക്കറിയാമെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതൊക്കെ എനിക്കറിയാം, ഞാൻ ഈ ചോദിച്ച സത്യമാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഓഫീസായിരുന്നു കേട്ടോ. ഹീറോയുടെ ഓഫീസിനുള്ളിൽ നേരെ അവൻ്റെ അമ്മ കയറി വരുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അത് ഹീറോയുടെ അമ്മയാണെന്ന് അറിയാതെ നിങ്ങൾ ആരാ, എന്തിനാ ഇങ്ങനെ അകത്തേക്ക് കയറി വന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ നേരം ഹീറോനാണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അവരകത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് അവർ കാണുന്നുണ്ടായിരുന്നു. ഈ ബ്രേസ്ലെറ്റ് അപ്പോൾ നിൻ്റെ കയ്യിലാണല്ലേ ഉള്ളത്, നിനക്ക് ഈ ബ്രേസ്ലെറ്റിൻ്റെ വില എന്താണെന്ന് അറിയാവോ? അവൻ എന്തുമാത്രം വിലപ്പെട്ടതാണ് ഈ ബ്രേസ്ലെറ്റിനെ പറ്റി എന്നുള്ളത് നിനക്ക് അറിയാഞ്ഞിട്ടാണോ ഈ കയ്യിലിട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇല്ലയെന്ന് പറയുമ്പോൾ ഇത് അവൻ്റെ അമ്മ അവന് കൊടുത്തതായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഹീറോയുടെ യഥാർത്ഥ അമ്മയല്ല, അവൻ്റെ സ്റ്റെപ്പ് മോം ബന്ധമാണ്. അവൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. ആ സമയത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. അതെന്തായാലും ഹീറോയിനോട് അവർ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വേറൊരു വലിയ ബോംബ് കൂടെ ഹീറോയിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടായിരുന്നു അവർ പോകാൻ നിന്നതായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കമ്പനി ജപ്തി ചെയ്യാനായിട്ട് പോവുകയാണെന്നും അതിൽ നിന്ന് ഒന്ന് മറികടക്കാനായിട്ട് അവനിപ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് റിക്കവറായിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അതിനിപ്പോൾ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് നീയായിട്ട് അവൻ്റെ ജീവൻ തുലയ്ക്കരുത്. അവൻ്റെ ജീവൻ തുലയുന്നതോടൊപ്പം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബാക്കി എത്രയോ പേരുടെ കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. അതിനൊന്നിനും നീ കാരണമാകരുത്. അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ പറയാനായിട്ടുള്ളൂ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെയുള്ള റിലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിയിട്ട് നീ നിൻ്റെ വഴി നോക്കി പോകണം. അവന് നല്ലൊരു ഭാവി ഉണ്ടാകാൻ നീ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഈ ഒരു ബോംബ് ഇട്ട് കൊടുത്തിട്ട് അവരെന്തായാലും നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആകെ പെട്ട അവസ്ഥയായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവൻ ഈ ജപ്തിയിൽ നിന്ന് മാറാനായിട്ട് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് സോൾവ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു വഴിയും അതിന് വേണ്ടിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കമ്പനി സ്റ്റാഫുകളും മറ്റെല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുവാണ്. അവർ മീറ്റിങ്ങൊക്കെ കൂടി ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ അവൻ അവൻ്റെ ക്യാബിനിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന പാടെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്.
നമ്മുടെ ഈ കോൺട്രാക്ട് മാരേജിൻ്റെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിന് നമ്മൾ മാരേജ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് വെച്ച് നീ എന്തിനാ ഇങ്ങനെ പറയാൻ ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് ഇനി നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. എന്തായാലും എൻ്റെ വീട്ടിൽ തൽക്കാലം അമ്മയൊന്ന് പിടിച്ച് നിർത്തിക്കാനായിട്ട് ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിന്നോളാം. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിൻ്റെ ലൈഫിനെയും എൻ്റെ ലൈഫിനെയും ബാധിക്കും. അത് കാരണം നമുക്ക് ഇവിടെ വെച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്യാം. ഞാനെല്ലാം വിട്ടിട്ട് തിരികെ പോവാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാകെ ദേഷ്യം വന്നിട്ട്, കൊള്ളാലോ ഇത്, പെട്ടെന്നൊരു ദിവസം നീ കയറി വന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് പറയുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നീയായിട്ടെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും നിൽക്കുന്നു. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് അവൾ പ്രത്യേകിച്ച് തിരിച്ചൊന്നും മറുപടി കൊടുക്കാതെ, ഞാൻ എന്തായാലും ഡിവോഴ്സ് പേപ്പർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അതിൽ നിന്ന് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് പേപ്പറും അതിൻ്റെ ഒപ്പം ഈ ബ്രേസ്ലെറ്റും വെക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് അതെന്ന് പറഞ്ഞിട്ടും അവളിങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ അഴിച്ചു വെക്കുന്നൊന്നും ഒട്ടും അവൻ വിചാരിച്ചിരുന്നില്ല. അതുകൂടെ കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിൻ അവൻ്റെ വീട്ടിൽ നിന്ന് തിരികെ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അവളുടെ ബാഗെല്ലാം എടുത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇവൻ മേളിൽ നിന്നിട്ട് എന്നൊന്ന് തിരിഞ്ഞു നോക്ക്, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ എന്താ മരുമോൻ വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഒരു മറുപടിയും കൊടുക്കാതെ നേരെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും അതിനിടയിലേക്ക് പോയി കൂടുതൽ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാതെ അവരവരുടെ ജോലികൾ തുടരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പെങ്കൊച്ചാണെങ്കിൽ അവളുടെ അച്ഛനോട് എങ്ങനെയെങ്കിലും ഹീറോയെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹത്തോട് മാത്രം കല്യാണം എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ, നിനക്കിപ്പോൾ അവൻ്റെ അവസ്ഥ അറിയാലോ, അവൻ്റെ കമ്പനി ജപ്തി ചെയ്യാനായിട്ട് പോവുക, അത് മാത്രമേ അവർക്ക് സ്വന്തമെന്ന് പറയാനായിട്ടുള്ളൂ. അതുകൂടെ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നുമില്ലാത്തവനാ. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു പ്രപ്പോസൽ കിട്ടത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അവനെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ സ്റ്റെപ്പ് മദറിനെ കാണാനായിട്ട് നേരെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കിടക്കുന്നവർ കാണുന്നുണ്ടായിരുന്നു. ഓ, അപ്പോൾ അവളെ തിരിച്ച് തന്നല്ലേ, അവൾ തിരികെ പോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവളെ കണ്ടായിരുന്നോ എന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ടു, പിന്നല്ലാതെ നിന്റെ ഭാവി അവളായിട്ട് നശിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ അവൾക്കൊരു 20 ലക്ഷം രൂപയും കൊടുത്തു, അതും വാങ്ങിച്ചുകൊണ്ടായിരിക്കും അവൾ പോയത്. എന്തായാലും പോയത് നന്നായെന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ തിരിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവർക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അവരൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട്, നിന്റെ അവസ്ഥ എന്താ നിനക്ക് നന്നായിട്ട് അറിയാലോ, കമ്പനി ഇപ്പം നഷ്ടത്തിലായി, ഇനി എങ്ങനെ ഇതിൽ നിന്ന് നീ കരകയറാനായിട്ട് ശ്രമിക്കുന്നത്? എന്നിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നതോ ഒരു ഗതിയും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന്. അത് വെച്ചിട്ട് ഞാനിപ്പോൾ നോക്കിയിരുന്ന പ്രപ്പോസലിനെ നോക്കിയേ, നീ അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ നഷ്ടത്തിലായിരിക്കുന്ന കമ്പനി നമുക്ക് തിരിച്ചു കിട്ടും, നമുക്ക് അതുപോലെയെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുന്നത് കാരണം അവളുടെ അമ്മയും അവളുടെ ഫ്രണ്ടും കൂടെ വന്നിട്ട് ഇവളോട് കാര്യം തിരക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഹീറോയിൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഒരു കോൺട്രാക്ട് മാരേജാണ് ചെയ്തതെന്നും ഇപ്പോൾ എന്തോ ഞങ്ങളുടെ ഇടയിൽ കുറച്ച് സ്വരച്ചേർച്ചകളൊക്കെ വന്നത് കാരണം ഇത് നിർത്താമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണെന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളുടെ ഫ്രണ്ടാണെങ്കിൽ, പിന്നെ നീ അവനെ നിനക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞതോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് കണ്ണ് കാണിച്ച് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോടൊന്ന് പുറത്തേക്ക് നിൽക്കാനും എനിക്കുള്ളോട് തരിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. ആ സമയം ഇവരാണെങ്കിൽ, മോളെ ഈ വന്നതെല്ലാം എൻ്റെ തെറ്റാണ്, നിൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത് ഞാനാണ്, എൻ്റെ അവസ്ഥ ഒരിക്കലും നിനക്ക് വരാൻ പാടില്ല, അത് കാരണം ഇനി നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആ ഫിയാൻസി പെങ്കൊച്ചിനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട്, നീ എൻ്റെ കമ്പനി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഷെയർ ഇട്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞൊന്നും അത് തിരിച്ച് എടുക്കാനാണെന്ന് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അതിനെ ഇപ്പോൾ തിരിച്ചെടുക്കുന്നത്, അത് കാരണം ആ കമ്പനി നിനക്കിപ്പോൾ കിട്ടാൻ പോകലെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അത് കാരണം എനിക്ക് ആ ഷെയറിൻ്റെ ആവശ്യമില്ല, നീ തിരിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ, ആ ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഷെയർ ഞാൻ തിരിച്ചെടുക്കാം, പക്ഷേ ഇതിൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത വേറൊരു കമ്പനി കൂടെയുണ്ട്, അവരുടെ ഷെയർ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ആരുടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനോടുള്ള ക്രഷുള്ള പയ്യനില്ലേ, ആ പയ്യൻ്റെ ഏതോ ആ പയ്യൻ റിച്ചാണെന്ന് തോന്നുന്നു, അവൻ്റെ ഏതോ കമ്പനിയിൽ നിന്നായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവർക്കുള്ള പണം നീ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ, ഇപ്പോൾ ഒന്നും തിരിച്ച് പറയാനായിട്ടില്ലല്ലോ, അത് കാരണം ഞാൻ എന്താണോ ചെയ്തത് അതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുമുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പഴയ ലൈഫിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരുപാട് കമ്പനി കയറി ഇറങ്ങി ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവൾക്ക് മോശ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാലും അവൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൾ പോയി അവളുടെ കാലിലൊക്കെ
മുറിവുകളും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഴയതുപോലെ അവൾക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതുള്ള ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ച് ടി വിയിൽ ഒരു ന്യൂസ് വന്നിരുന്നത്. അതായത് നമ്മുടെ ഹീറോയും ആ ഫിയാൻസി പെങ്കൊച്ചുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വന്നും ഉടനെ തന്നെ ആ കല്യാണം കാണുമെന്നുള്ളതായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ അവളുടെ ഫ്രണ്ട് പെട്ടെന്ന് ഹീറോയിനെ വിളിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവൾ പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവൾ വേറൊരു കമ്പനിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ സാലറി വളരെയധികം കുറവാണ്. എന്നാലും വേറെ വഴിയില്ലാതെ അവൾ അവിടെ ജോലിക്ക് വരാൻ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരികെ ഇറങ്ങുന്ന സമയത്ത് അവളുടെ കാല് സ്ലിപ്പായിട്ട് അവൾ അവിടെ വീഴുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് ഓടി വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് അവളോട് ആ ക്രഷ് ഉണ്ടായിരുന്ന പയ്യനായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ അവൾ അവനോട് പറഞ്ഞിരുന്നത്. അവർ നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് പോയിരുന്നായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നിട്ട് അവനോട് ഞങ്ങൾ ഇതേപോലെ കോൺട്രാക്ട് മാരേജാണ് ചെയ്തിരുന്നതും ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾ പിരിയാനുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് വേറൊരു കമ്പനിയിൽ ജോലി നോക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ കൂടുതൽ അവളോട് സിമ്പതി കാണിക്കാനുള്ള സമയമാണല്ലോ, സിമ്പതിയും കെയറിങ്ങും എല്ലാം. അങ്ങനെ അവളോട് ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കാലിങ്ങനെ അടി കൊണ്ടതുകൊണ്ട് നല്ല വേദനയുണ്ടായിരുന്നു. അവൻ അവളിങ്ങനെ തൂക്കി എടുത്തുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടാക്കിയിരുന്നത്. എന്തായാലും അവൾ അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ആ ഫിയാൻസി പെങ്കൊച്ച് വന്നിട്ട് ഹീറോയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നീ ഇതിന് ഇവിടേക്ക് വന്നെന്നും തിരികെ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചാണ്, മാത്രമല്ല എപ്പോഴായിരുന്നാലും ഈ വീട്ടിൽ ഞാൻ തന്നെയാണ് വരാനുള്ളത്. അതിനിപ്പോൾ നേരത്തെ വന്നെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല. അത് കാരണം നീ എന്നെ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യനില്ലേ, അവൻ നമ്മുടെ ഹീറോയിന് മെസ്സേജ് ചെയ്തിട്ട് എനിക്കിതിന് അർജൻറ്റായിട്ടൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് നൈറ്റ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ വലിയൊരു ബിസിനസ്മാൻ ആണെന്നും അവൻ വലിയൊരു കമ്പനി ഉണ്ടെന്നുള്ള കാര്യം ഇവളോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് നീ എന്താ ഈ കാര്യം പറയാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതൊന്നുമില്ല, എനിക്കങ്ങനെ ഞാനൊരു റിച്ച് മാൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു നടക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. തമാശയ്ക്കായിരുന്നു അതും പറഞ്ഞിരുന്നത്. എന്തായാലും അവൾ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ രീതിയിൽ അവളെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിനെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എവിടെയാണെന്നോ, അതായത് അവളിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരം തന്നെ അവനില്ലല്ലോ. അങ്ങനെ അവളെ ഓർത്ത് അവളുടെ ഫോട്ടോയെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം അവളെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ അവൻ തീരുമാനം എടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ആ ഫിയാൻസി പെങ്കൊച്ച് വന്നിരുന്നത് കേട്ടോ. വന്നിട്ട് നീ ഇപ്പോഴും ഇവളെ ഓർത്തിരിക്കുകയാണോ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിൻ്റെ കയ്യിലുള്ള കാശ് മേടിച്ചിട്ട് നിന്നെ പറ്റിച്ച് പോയോളാ ഇവള്. അതുകൊണ്ട് നീ ഇവളെ ഓർത്തിരുന്ന സമയം കളയാതെ മര്യാദയ്ക്ക് നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ആ പ്രസ് കോൺഫറൻസിനെ പറ്റിയിട്ട് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം നാളെ ആയിരുന്നു എല്ലാവരുടെ മുമ്പിൽ അനൗൺസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടായിരുന്നു ഇവനോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാണ്ട് നീ എന്തിനാ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നില്ല, അതാദ്യം നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എന്നും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ പെട്ടെന്ന് നീ ഇവളെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇതൊക്കെ എന്നോട് പറയുന്നത്? എന്നാൽ നീ ഒരു കാര്യം കൂടെ കേട്ടോ, നിനക്കവളെ മീറ്റ് ചെയ്യണമെന്നും ഇനി നിങ്ങളുടെ റിലേഷൻ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനും ഇവരുടെ കല്യാണം മാത്രം ആലോചിച്ചാൽ മതി. കാരണം നീ അങ്ങനെ ചിന്തിക്കും തോറും അവളുടെ ആയുസ് കുറയുവാണ്, വേറൊന്നുമല്ല. അവൾ ജീവിച്ചിരുന്നാലല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് നീ ഇതെന്താ ഈ പറയുന്നത്? നീ അവൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇതുവരെ അവളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം അവളുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനായിട്ട് കഴിയത്തില്ല. അവളൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവളെ ഇല്ലാതാക്കാൻ തന്നെ അതിൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഹീറോയിനോട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞതും അവളിപ്പോൾ ഇങ്ങനെ പിണങ്ങി നിൽക്കാനും കാരണം ഇവളും കൂടെയാണെന്നുള്ള കാര്യത്തിൽ. അന്നേരം ഹീറോ അപ്പോൾ നിങ്ങളാരും ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? നീയും അതിനൊരു കാരണമാണല്ലേ അവൾ എന്നെ വിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്ക് നിന്നെ ഏത് വഴിയിൽ കൂടെയെങ്കിലും സ്വന്തമാക്കണം, അതിന് ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് നീ ഇപ്പോൾ അവളുടെ കാര്യമെല്ലാം മറന്നിട്ട് നാളെ നടക്കാൻ പോകുന്ന പ്രസ് കോൺഫറൻസിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളെ നീ ഒന്നും ചെയ്യരുത്, അവൾ നിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് അവളൊന്ന് കണ്ടാൽ മതി എന്നും കൂടെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് വിഷമം വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇനി ഇതിനപ്പുറം സഹിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഹീറോയെ കണ്ടിട്ട് അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അവനെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് അവൾ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു.
അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം ആ പ്രസ് കോൺഫറൻസ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ ഒരു പയ്യന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അവന് ഹീറോ ആണെന്ന് തോന്നുന്നു വിളിച്ചിരുന്നത്. എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ഈ സമയത്ത് എന്തിനാ എന്നെ വിളിക്കുന്നത്? നിനക്കവിടെ പ്രസ് കോൺഫറൻസ് തുടങ്ങാനുള്ള സമയമായില്ലേ, അവിടെ പോയി നിൻ്റെ കല്യാണക്കാരെ അറിയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോ അവനോട് കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്കിതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ആ കോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ ന്യൂസൊക്കെ ടി വിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വാർത്തയായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഫ്രണ്ടും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾ ഇതെവിടെ പോയി, അവളെ കാണാനില്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവളുടെ ആ കൂട്ടുകാരിയോട്, നീ ഇവിടെ നിന്ന് ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ മോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീന് കട്ട് ചെയ്ത് കാണിക്കുന്ന ഇവിടെ പ്രസ് കോൺഫറൻസിന് എല്ലാം റെഡിയായിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ മാത്രം വന്നിരുന്നില്ല. അങ്ങനെ ഈ ഫിയാൻസി പെങ്കൊച്ചാണെങ്കിൽ ഹീറോ റെഡി ആകുന്ന റൂമിലേക്ക് പോയിട്ട്, നീ എന്താ ഇതുവരെ റെഡിയായില്ലേ എവിടെയും ചോദിക്കുമ്പോൾ, ഞാനിതാ വരുന്നു, നീ നടന്നോ, ഞാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ അവൻ പറയുന്നതും കേട്ടിട്ട് നേരെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഹീറോ റെഡിയായിട്ട് വരാതിരിക്കുന്നത് കാരണം ഈ പെങ്കൊച്ചാണെങ്കിൽ അവൻ ഒന്നുകൂടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയിട്ട്, നീ ഇതുവരെ റെഡിയായില്ലേ എവിടെയും ചോദിക്കുമ്പോൾ അകത്ത് നിന്ന് ഒരു ആൻസർ വന്നിരുന്നില്ല. അവൾക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനോട് ക്രഷുള്ള ആ പയ്യനായിരുന്നു നിന്നിരുന്നത്. നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഓയ്യോ ഞാൻ അവനോട് പറഞ്ഞത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് തന്നിട്ട് പോകാനായിട്ട്, പക്ഷെ അവൻ ഇത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത്, ഇന്നലെ വരെ എനിക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്ന അവളെ നീ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം എനിക്കിതിൽ ഇടപെടാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട്, ഇന്നെന്തായാലും ഇതിൽ നിന്ന് ഞാൻ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, പക്ഷേ ഇതിനുള്ളത് നീ നാളെ ആയിരുന്നാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ പ്രസ് കോൺഫറൻസ് തുടങ്ങാനൊക്കെ എല്ലാം റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട്, ഇത് തുടങ്ങാൻ കുറച്ചുകൂടെ ടൈം എടുക്കും, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഹീറോ നേരെ എസ്കേപ്പ് ആയിട്ട് പോയിരുന്നത് ഹീറോയിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ പോയി രക്ഷിച്ചിട്ട് അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ടായിരുന്നു. അവളും അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഫിയാൻസി പെങ്കൊച്ച് വന്നിട്ട്, അയ്യോ നിങ്ങൾ കാത്തിരുന്ന് ഒരുപാട് മുഷിഞ്ഞെന്നറിയാം, ഞങ്ങൾ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും, കുറച്ച് സമയം കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് എല്ലാവരോടും പറയുന്ന സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ, ഒന്ന് നിർത്തിപ്പോടി, എവിടെ എൻ്റെ ചെക്കൻ എവിടെ, അവനെ കൊണ്ടുപോകാമെന്ന് പറയുന്ന സമയത്ത്, അയ്യോ അവന് പെട്ടെന്ന് വെച്ചൊരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് വന്നു, അങ്ങനെ പോയേക്കുവാണ്, പെട്ടെന്ന് വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഒരുപാട് തവണ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എപ്പോഴും നമ്മുടെ ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ, മോളെ നീ ഇത് എവിടെയാണ്, നിന്നെ ഞാൻ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ, നീ എന്തിനാണ് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത്, നീ എവിടെയാണെന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാൻ നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണുള്ളതെന്നും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുത്ത് അതൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കിസ് ചെയ്ത് നിൽക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഈ ഡ്രാമയ്ക്ക് എന്തായാലും വളരെ വ്യൂസ് കുറവായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കുറേ നാളുകളായിട്ട് മിനി ഡ്രാമ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നാളെ മുതൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാണ്ടിരുന്നത്. എന്തായാലും അടുത്ത ഡ്രാമ മുതൽ ഞാൻ കണ്ടിന്യൂസ് ഓരോ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ പുതിയൊരു ഡ്രാമയായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.